I'm leaving home for the coastline, someplace under the sun. I feel my heart for the first time, 'cause now I'm moving on, yeah, I'm moving on. And there's a place that I've dreamed of, where I can free my mind. I hear the sounds of the season and lose all sense of time. I'm moving far away to a sunny place where it's just you and me. ഞങ്ങളുടെ കുടുംബജീവിതത്തെ വർദ്ധിച്ചത് നിനക്ക് നന്ദി പറയുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാ മക്കളെയും ഈശോയെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന ഈശോയെ, ഇന്നുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കുന്നതിന് ഞങ്ങൾ ഒരു നിമിഷം സ്തുതിക്കുന്ന ഈശോയെ. എൻ്റെ ദൈവമേ, ഇന്നത്തെ ദിവസത്തെ തിരുകർമ്മങ്ങളെ ഏറ്റവും വിശുദ്ധിയോടുകൂടി പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അന്വേഷിക്കുന്നു. ഇന്ന് വരുന്ന മക്കളുടെ എല്ലാ യാത്രകളിലും തിരിച്ച് ഭവനങ്ങളിലെത്തുന്നവരെ ഈശോയെ സുരക്ഷിതമായിരിക്കും കാവൽദൂതന്മാരുടെ സംരക്ഷണം നൽകണമേ ഈശോയെ. പരിശുദ്ധ അമ്മയുടെ നേരങ്കിക്കുള്ളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും കുടുംബത്തെയും എല്ലാം പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അമ്മേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എത്രയും നല്ല മാതാവേ, നിന്റെ സംഗീതത്തിലൂടെ സഹായം തേടി മാതാവേ, വിശ്വാസത്തിലേർപ്പെട്ട് നെടുവേർപ്പെട്ട് കണ്ണുനീർച്ചിന്റെ ഭാവിയായി ഞാൻ നിന്റെ ദയയുടെ അടുത്തേക്ക് കാത്തുകൊണ്ട് നിൽക്കുന്നു. അവതരിച്ചു വേണത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപർണം കേട്ടറിയണേ. ആമേൻ. കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നതിനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടെ നിന്നെ വേടന്റെ കണ്ണിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. എങ്കിലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നിവാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയെ ഭവിക്കുകയില്ല, ഒരർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അടലയുടെയും നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമിടണം. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും.
ഏറെ കാലമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ഒരു ദിവസത്തിൻ്റെ സഫലീകരണമാണ് ഈശോയെ കൂദാശയെ ആദ്യമായി സ്വീകരിക്കുന്ന ഈ വലിയ നിമിഷം. ഈ ദിവസം ഇമ്മാനുവേലിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ദിവസം നീ മറക്കരുത്. എനിക്കറിയാമോ എന്താണ്? ഓഗസ്റ്റ് 1, 2026. അതൊരിക്കലും മറക്കരുത്. അതാണ് ഏത് ഓർഗത്തിൽ ചോദിച്ചാൽ കാരണമാണ് ഈശോയെ ആദ്യമായി സ്വീകരിച്ച ദിവസമാണ്. ഇത് കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ദേവാലയത്തിലേക്ക് കടന്നുവന്ന എല്ലാവരും പ്രത്യേകിച്ച് കർമ്മങ്ങൾക്ക് ഒപ്പം ഇമ്മാനുവേലിന്റെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും സഹോദരി സഹോദരന്മാരെയും കൂട്ടുകാരെയും എല്ലാവരെയും നമുക്ക് ഏറ്റവും സ്നേഹത്തോടെയും കൂട്ടായ്മയിലേക്ക് വിശുദ്ധ കുർബാനയിലേക്ക് സ്വാഗതം ചെയ്യുകയും ഈ കുർബാനയെ തുടർന്നും ഈ ഇതിനു വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. ഹൃദയത്തിന്റെയും മനസ്സിന്റെയും അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളയട്ടെ. നീ മാമോദീസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശിയായത്. അന്ന് നിങ്ങളുടെ കലയപ്പനും കഥട്ടമ്മയും നിനക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങളിലേക്ക് പറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ആ വിശ്വാസ സത്യങ്ങൾ നീ തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ പുത്രൻ ഈശോ മിശിഹായിൽ നീ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നീ വിശ്വസിക്കുന്നുവോ? മാമോദീസായിൽ നിന്റെ തലപ്പനും തലത്തമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നവീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നീ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ? കർത്താവ്
പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാത്മയോടെ ഏറ്റുപറയുകയും ചെയ്ത് ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പോക്കുകയും പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരിഹരണം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധിജാലങ്ങളോടും കൂടെ ഞങ്ങളെ പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങനെ നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. കർത്താവേ, ആരാധനേ, നിൻ പുകഴ്ത്തുന്ന സർവേശ്വരായ തിരുനാമം വാഴ്ത്തിയിടുന്നവൻ. എല്ലാ സഹായങ്ങളും സമയം ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ട് സകലത്തിന്റെ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഞങ്ങളെപ്പോഴും അങ്ങേ സ്നേഹിക്കുന്നതേയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാണ്. സകലത്തിന്റെയും നാഥായ ും
ചൊരിയണമേ. അങ്ങയുടെ സ്വഭാവത്തിലൊക്കെ ഞങ്ങളെ ഞങ്ങളോട് കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. എന്റെ സഹോദരി, നിങ്ങൾ എന്റെ ശ്രദ്ധയോടെ ശ്രമിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വായന 14-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മെൽക്കീസെദെക്ക് കേദോർലാവോമോരെയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ചു മടങ്ങിവന്ന അബ്രഹാമിനെ എതിരേൽക്കാൻ സോദോം രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാഹുയ താഴ്വരയിലേക്ക് ചെന്നു. സാലേം രാജാവായ മെൽക്കീസെദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അബ്രഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച് അത്യുന്നതനായ ദൈവം അനുഗ്രഹീതൻ. അബ്രഹാം എല്ലാത്തിൻ്റെയും ദശാംശം അവന് കൊടുത്തു. ദൈവമായ കർത്താവിന്റെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവിതായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാലത്താലും കേൾത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. സഹോദരൻ മിസ്റ്റർ പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പുതിയ ഉടമ്പടി കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങൾ പരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രി അപ്പമെടുത്ത് കൃത്യ അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള അപ്പം ചെയ്യുന്നു. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യേകമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. Hallelujah.
നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. അധ്യായം 6 വാക്യങ്ങൾ 41 മുതൽ 49 വരെ. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ മാംസമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കാൻ നമുക്ക് തന്റെ മാംസം നൽകാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കില്ല. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എന്റെ മാംസം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എന്റെ രക്തം യഥാർത്ഥ പാനീയവും. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നതുമായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന അപ്പമാകുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തുപോലെയല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയതിൻ്റെ കാരണവും അതിലുപരി ഈശോയെ ആദ്യമായി സ്വീകരിക്കുന്ന ഇമ്മാനുവേലിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ആദ്യം തന്നെ നേരുകയാണ്. ഈശോയെ സ്വീകരിക്കുക, ആദ്യ കുർബാന പങ്കുചേരുക, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു മനോഹരവും അതിലുപരി സുന്ദരവുമായ ഒരു അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് എല്ലാവരും ഈ ആദ്യ കുർബാന സ്വീകരണത്തെ കാണുന്നത്. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ ഒരു ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ പറഞ്ഞതിന് പ്രകാരമാണ്, ഞാൻ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ആനന്ദിച്ചതും ഞാൻ മാർപ്പാപ്പയായപ്പോഴല്ല, കർദിനാളായപ്പോൾ, പ്രത്യേകിച്ച് ജർമ്മൻ ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ എത്തിയപ്പോഴോ ഒന്നുമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായത് എൻ്റെ അപ്പനും അമ്മയോടൊപ്പം ചേർന്ന് ഞാൻ ആദ്യമായി പള്ളിയിൽ പോയി ഈശോയെ സ്വീകരിച്ച് ആ നിമിഷം മുതൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായത്. പ്രിയപ്പെട്ട ഇമ്മാനുവേൽ, ഈശോയെ സ്വീകരിക്കുകയാണ് ആദ്യമായി. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഈ സന്തോഷം, ആനന്ദം എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്, കൂടെയുള്ളവരുണ്ട്, അതിലുപരി അപ്പനും അമ്മയും അപ്പുറം ഇരിപ്പുണ്ട്, വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഈ സന്തോഷം ജീവിതാന്ത്യം വരെ കൊണ്ടുപോകുവാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാം. നമ്മുടെ നിത്യജീവനിലേക്ക് അവർ നമ്മളെ പ്രവേശിപ്പിക്കുന്നു. ഈ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ ഈശോയെ സ്വീകരിക്കുക മാത്രമല്ല, പ്രത്യേകിച്ച് സിസ്റ്റർമാരെ നിങ്ങളെ ഒരുക്കി മനോഹരമായി ഒരുക്കി കഷ്ടപ്പെട്ട് ഒരുക്കി അല്ലേ, പ്രാർത്ഥനകളൊക്കെ നന്നായി പറഞ്ഞ് പഠിപ്പിച്ച് ഓരോ ആവശ്യം പറഞ്ഞ് പഠിപ്പിച്ച് ഈ പ്രാർത്ഥനകൾ ഒരിക്കലും മറന്നു പോകരുത്. നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ തുറന്നു പോകുന്ന ഒരു ഹൈവേയാണ് ദിവ്യകാരുണ്യമെന്ന് കാർലോ അക്വിറ്റീസ്, നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ വിശുദ്ധനാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ദിവ്യകാരുണ്യം എന്നത് ഈ ലോകത്ത് നമ്മുടെ മുമ്പിൽ തുറക്കുന്നത് ഒരു ഹൈവേയാണ് ദിവ്യകാരുണ്യമെന്ന്. കാരണം അത് സ്വീകരിക്കുന്നവരെല്ലാവരും നിത്യം ജീവിക്കുന്നവരായി മാറും. കാരണം അവർ ഭക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ തന്നെ സത്തയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശരീരവും ദൈവത്തിൻ്റെ രക്തവുമാണ്. രക്ഷകനായ മിശിഹായെ, നിന്റെ ശരീരങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്ന ഇമ്മാനുവേൽ എന്നെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച മിശിഹായെ, കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും നിന്റെ ശരീരങ്ങൾ യോഗ്യതാപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്നാൽ അവർ ദൈവത്തെ കാണും എന്നരുൾ ചെയ്ത മിശിഹായേ, ഹൃദയ പരിശുദ്ധി പാലിച്ചുകൊണ്ട് നിന്നിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ സഹോദരൻ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നരുൾ ചെയ്ത മിശിഹായേ, നിന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്ന ഞങ്ങൾക്ക് വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും നിന്റെ മുഖം ദർശിക്കുവാനുള്ള പ്രകാശം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ അപ്പമായ മിശിഹായേ, നിന്നിലുള്ള വിശ്വാസത്തിൽ ഇമ്മാനുവലിനെ വളർത്തുന്ന മാതാപിതാക്കളെയും ഈ മകനെ ആത്മീയമായി നയിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും നിന്നെ സ്വീകരിക്കുവാൻ ഈ മകനെ ഒരുക്കിയ അധ്യാപകരെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ വിജയത്തിനായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധാവ് മാർലയപ്പനാലവൻ മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് നല്ലവരുമായ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെ മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നിന്റെ പക്കൽ അനുഗ്രഹിക്കുന്ന ഞങ്ങളെ ആത്മീയവും ഭൗതികവുമായ ദാനങ്ങളാൽ അനുഗ്രഹിക്കണമേ. നിന്റെ ശരീരങ്ങൾ സ്വീകരിക്കുന്നവർക്ക് അവരുടെ ജീവിതയാത്രയിൽ നിന്നും തുണയായിരിക്കണമേ. സകലത്തിന്റെയും നാഥായിരിക്കും. മനുഷ്യനായി പിറന്നു സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങളിലേക്ക് വരികയും ചെയ്യുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വക്ഷസമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അവിശുദ്ധ ശരീരത്തിനാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനത്തിന്റെ സ്നേഹത്തോട് കുറച്ച് വിശ്വാസത്തോട് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. ആത്മാവോടും കൂടി. സഹോദരനെ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി
ലോകത്ത് മുഴുവൻ ജീവൻ നൽകുന്നതുമാവുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാത്മാവിനെ പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ക്രൂശിതനെ ഉദ്ധിതനെ മർത്യനെ കാത്തിടണേ. ക്രൂശിതനെ ഉദ്ധിതനെ മർത്യനെ കാത്തിടണേ. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഈശോവരുന്നു
സ്വർഗവാസികളോട് കൊടുക്കുവാൻ ഞങ്ങളെ കർത്താവാം പിതാമുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ഞങ്ങളുടെ രക്ഷകനാഥനമായ ഈശോമിശിഹായ സുദീർഘവും പരിശുദ്ധവും ജീവനായ വഴിയെ ഞങ്ങൾ കടന്നുപോയി പാപങ്ങൾ പുറത്തുകയും അഗാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസമായി ജീവിക്കുവാനും പ്രത്യാശയോടെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ സ്നേഹത്തിന്റെ സത്ഫലങ്ങൾ പ്രകടിപ്പിക്കുവാൻ നിത്യ സ്വഭാവത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാമധേയമേ.
അങ്ങനെ രക്ഷാരഹസ്യങ്ങളെ ധ്യാനിക്കുവാനും അങ്ങനെ അമ്മയുടെ മാനസം നേടുവാനുമായി ഞാൻ ഉപയോഗിക്കുന്ന ഈ ജപമാല ആശീർവദിക്കണമേ. ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി അങ്ങേ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും ഇടയാക്കട്ടെ. ശിശുസന്ധമായ നിശ്ചയോടും പ്രത്യാശയും കൂടി പരിശുദ്ധ പിതാവിനോട് മാത്രം പ്രാർത്ഥിക്കുവാനും ആ അമ്മയെ ഉണങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കൾ ജീവിതത്തിൽ വളർത്തുവാനും ഞങ്ങൾക്ക് സഹായകരമാകട്ടെ. ജമാലുകളെ സ്നേഹത്തിനായി സൂക്ഷിക്കുകയും എല്ലാവരും സംരക്ഷിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും നയിക്കും. Give me your strength and show me your weakness. We're in this together now. We're in this together now. Give me your love and tell me your secrets. 'Cause we're in this together now. Yeah, we're in this together now. No, 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 no. I'll keep you safe, I'll give you my everything. Even if we're falling down, even if we're falling down, all of me is yours, every part of me. 'Cause we're in this together now, you and me together now. What's the point of living if we're scared to lose each other?